അപ്പോൾ ഓണമൊക്കെ അല്ലേ ഒരു അവിയൽ അങ്ങോട്ട് വെച്ചാലോ. ഇത് ഞങ്ങളുടെ സ്വന്തം പത്തനംതിട്ടക്കാരുടെ അവിയലാണ് കേട്ടോ. ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കിയ എല്ലാ കഷ്ണങ്ങളും ഒരേ നീളത്തിലൊക്കെ അരിഞ്ഞെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ എടുത്തോളൂ. ഇതിന് മെയിനായിട്ട് വേണ്ടത് ഏത്തക്കയും ചേമ്പും വിത്തുമാണ് കേട്ടോ. പിന്നീട് ബാക്കിയുള്ള അമരയ്ക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, വെള്ളരിക്ക, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുമാതിരി പച്ചക്കറി എല്ലാ തന്നെ പച്ചക്കറികളുടെ എല്ലാ ഗുണങ്ങളും വരുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ചേന ഞാൻ സെപ്പറേറ്റ് ആണ് അരിഞ്ഞത്, കാരണം ചേന ഒരു 3-4 പ്രാവശ്യം കഴുകേണ്ടി വന്നു. കാരണം ഇത് ചൊറിയുന്നതാണെങ്കിൽ ചിലപ്പം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കഴുകിയല്ലാതെ ചൊറിച്ചിൻ്റെ ഇത് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയാണ് ചേന എടുത്തത്. അങ്ങനെ വാഴയ്ക്കയും ചേനയും പിന്നെ ലാസ്റ്റ് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ഇപ്പോൾ ഇടരുത്. ഉപ്പ് ഒരു പകുതി വേവായ ശേഷം ഇടാം കേട്ടോ. ഈ ചേനയൊക്കെ വേവാത്തതാണെങ്കിൽ ഉപ്പിട്ടാൽ പിന്നെ കല്ലിച്ച് പോകും, പിന്നെ വേവത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉപ്പ് ഞാൻ ലാസ്റ്റേ ഇടുന്നുള്ളൂ. ലാസ്റ്റ് അല്ല, ഒരു പകുതി വേവാകുമ്പോൾ. ഇനി നമുക്ക് വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ച് അടച്ച് വേവിക്കുക, ഇല്ലെങ്കിൽ നല്ല സീറ്റിംഗ് ആയിട്ടൊരു പാത്രം വെച്ചിട്ട് അടപ്പ് പാത്രം വെച്ചിട്ട് വേവിക്കുക. അതിനിടയ്ക്ക് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ചുമന്നുള്ളിയും ജീരകവും പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒതുക്കിയെടുക്കുകയോ ചെയ്യാവൂ, അത് നല്ലവണ്ണം അരിഞ്ഞു പോകരുത്. അപ്പോൾ അതെല്ലാം കൂട്ടുന്ന ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി വെന്ത ഈ കൂട്ടിലേക്ക് ഉപ്പും പിന്നീട് ഈ അരച്ച് വെച്ച് ഇതും കൂടി ചേർന്നിട്ട് ഒന്ന് തല്ലിപ്പൊത്തി വെക്കുക. ഇതിപ്പോൾ എൻ്റെ പാത്രം നിറച്ച് അവിയലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇച്ചിരി ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ആ പാത്രത്തിന് പാകത്തിന് ആയിക്കോളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതിൽ ഇച്ചിരി വലിയ പാത്രം എടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഓർത്ത് ഇതിനകത്ത് പറ്റുമെന്ന് വിചാരിച്ചിട്ട് എടുത്തു പോയതാണ്. അപ്പോൾ നമ്മുടെ ചേന വെന്തോന്നാണ് കേട്ടോ ഈ നോക്കുന്നത്. ചേനയും ഏത്തക്കയും വെന്തോ നോക്കണം. അപ്പം അങ്ങനെ അത് വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി കഷ്ണങ്ങളൊക്കെ വെന്ത് കാണും കേട്ടോ. അങ്ങനെ വേവാത്ത ചേനയാണെങ്കിൽ ആദ്യം അത് സെപ്പറേറ്റ് ഇട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ലാസ്റ്റ് ഇച്ചിരി തൈരും ഏറ്റവും ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടെ ഒഴിച്ച് നമ്മുടെ അവിയൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.